ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിക്ക് വമ്പിച്ച സ്വീകരണം നൽകുന്നു. നാളെ രാവിലെ 10 മണിക്ക് ശ്രീ ഭൂതനാഥ ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടക്കുന്ന വമ്പിച്ച മഹായോഗത്തിലേക്ക് കക്ഷിയാതി ഭേദമന്യേ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. നാളെ രാവിലെ 10 മണിക്ക് നമ്മൾ വളരെ ഫോട്ടോ കാണുന്നതല്ലാതെ ഒരു മന്ത്രിയുടെ മുഖം നേരിട്ട് കണ്ടിട്ട് കാലം കുറയായി. ഒരു നീണ്ട പ്രസംഗം പ്രതീക്ഷിക്കാം. തന്നെ പോലെ കഴിവില്ലാത്തവനൊക്കെ പ്രതിപക്ഷത്തിരുന്ന് തന്നെ അന്ത്യശ്വാസം വലിക്കണം. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് കുറുപ്പിനെ ഇറക്കിത്തരാം എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൈസക്ക് വല്ല കണക്കുണ്ടോ? ഇനി മേലിൽ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരാം. അങ്ങനെ പറയരുത്. ഞങ്ങളുടെ പാർട്ടി നിലനിൽക്കുന്നത് തന്നെ പൗലൂസ് കോൺട്രാക്ടർ പുള്ളിയുടെ പണം കൊണ്ടാ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വന്ന പണത്തിന് വേണ്ടിയല്ല. പഞ്ചവടി പാലം കുറുപ്പും കൂട്ടരും കൂടെ പൊളിക്കാൻ പോകാന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുമല്ലോ. പിന്നെ അറിയാതിരിക്കുമോ? പുതിയ പാലത്തിന്റെ കോൺട്രാക്ട് കുറുപ്പ് വൈശ്രവ പണിക്കർക്ക് കൊടുക്കാനുള്ള ശ്രമമാ. അതും അറിയാം. ഇവിടുന്നൊന്ന് ശ്രമിച്ചുകൂടെ? അതൊന്നും നടക്കും തോന്നുന്നില്ല. മന്ത്രി അവരുടെ ജാതിയാ. അല്ല, മന്ത്രിയുടെ പാർട്ടി നമ്മുടെ ജാതിക്കാരുണ്ട്. ഒന്ന് പിടിച്ചു നോക്കിയാൽ. അതൊക്കെ വലിയ ചെലവാ. കോൺട്രാക്ട് തുക അതനുസരിച്ച് കൂട്ടി വെച്ചാ പോരെ. മന്ത്രിക്ക് കുറുപ്പും കൂട്ടരും ഒരു സ്വീകരണം വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തലസ്ഥാനത്ത് പോയി നേതാവിനെ ഒന്ന് കണ്ടാ പോരെ. കോൺട്രാക്ട് കിട്ടിയാലും ആ കുറുപ്പിയോട് ഭരിക്കുന്നിടത്തോളം കാലം അയാൾ പല ഉടക്കുകളും ഉണ്ടാക്കും. ഇതിനു മുമ്പ് പറഞ്ഞ പോലല്ല, പാലത്തിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് കുറുപ്പിനെ ഞാൻ ഇറക്കി തരാം. സംശയം എന്താ? എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് മിണ്ടായിരിക്കണം. മണി 10 കഴിഞ്ഞല്ലോ പിള്ളേ, കാണുന്നില്ലല്ലോ. വരും ചേട്ടാ, മന്ത്രിമാരല്ലേ, താമസിച്ചു വന്നില്ലേ, മോശമല്ലേ? ഹെലികോപ്റ്ററിൽ എങ്ങാനും ആയിരിക്കുമോ വരവ്? ഉച്ചയ്ക്ക് ഊണ് വീട്ടിലാണെന്ന് ഇന്നലെ രാത്രിയിലും ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ വരാതിരിക്കില്ല. ഊണ് എല്ലാവർക്കും കരുതിയിട്ടുണ്ടല്ലോ. പിന്നെയോ? ഇങ്ങനെയുണ്ടോ? ഇതെത്ര നേരമായതേ? മണി 11 വഴിയിൽ വല്ല ടിവിയിലും കാപ്പുടിക്കാൻ ഇറങ്ങിയിരിക്കും. അതാ താമസിക്കുന്നത്. ഇപ്പൊ വരും. എന്നാലും ഇവിടെ ഉണ്ടെന്ന്. താമസിച്ച് വരുന്നതുകൊണ്ട് പ്രസംഗം ചെറുതായി പോവോ? പോകാൻ ധൃതിയായിരിക്കും. നട്ടുച്ചയായി. നിന്നും ഇരുന്നും ഒക്കെ കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഇയാളെ കെട്ടിയെടുത്തോണ്ട് വരിക? അല്ല, ഒന്ന് പറയുന്നേ. ആരും പിരിഞ്ഞു പോകരുത്. നമ്മളേവരും കാത്തിരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി ഉടനെ സ്ഥലത്തെത്തുന്നതാണെന്ന് അറിവായിട്ടുണ്ട്. ആരും പിരിഞ്ഞു പോകരുത്. ആരും പിരിഞ്ഞു പോകരുത്. പ്രിയപ്പെട്ട പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. തിരിഞ്ഞു പോകരുത്, തിരിഞ്ഞു പോകരുത്. മന്ത്രി ഡയറി കുറിച്ചിട്ട തീയതി ഇത് തന്നെയാണോ ചേട്ടാ? തീയതി ഇത് തന്നെ, സമയം ഇത് തന്നെ, മന്ത്രി ഇത് തന്നെ. 4 പേരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? വല്ല അട്ടിമറിയാണോ കുറുപ്പേ? വല്ല അട്ടിമറിയുമാണോ കുറുപ്പേ എന്നാ ചോദിച്ചത്. എന്താണോ, ഈശ്വരനും വകുപ്പ് മന്ത്രിക്ക് മാത്രമേ അറിയൂ. മന്ത്രി എന്താ നിർത്താതെ പോയത്? വർഷത്തിലോട്ടായിരിക്കും. വണ്ടിക്ക് ബ്രേക്ക് കാണൂല. ചതിച്ചല്ലോ ചേട്ടാ, പൗലോസിന്റെ വീട്ടിലാണല്ലോ. നമുക്ക് നോക്കാം. എന്താ 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 മിനിസ്റ്റർ അത് കാണണം. ഇപ്പൊ കാണാനൊക്കത്തില്ല. മിനിസ്റ്റർ ഊണ് കഴിച്ചോണ്ടിരിക്കുവാ. ഞങ്ങളുടെ സ്വീകരണത്തിനാ മിനിസ്റ്റർ വന്നിട്ട് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ എത്തിക്കോളും. പോയിക്കോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെ അകത്തുണ്ട്. ആണ്ട വരുന്നു. ആരും എന്താണെന്ന് ഇപ്പൊ അറിയാം. മന്ത്രിയോടെ? മന്ത്രി ഇല്ലല്ലോ. എന്ത് പറ്റി ചേട്ടാ? മന്ത്രി ആള് മാറിപ്പോയോ? മന്ത്രി കാല് മാറി. അയാള് പൗലോസ് കോൺട്രാക്ടറുടെ വീട്ടിൽ ഊണ് കഴിച്ചോണ്ടിരിക്കുന്നു. ഇസഹാക്ക് തരം കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് പോയതിന്റെ ഗുട്ടൻസ് എനിക്ക് ഇപ്പോഴാ പിടി കിട്ടി. മോനെ, മന്ത്രിക്ക് വേണ്ടി നമ്മൾ വീട്ടിലൊരിക്കൽ സദ്യ പല തെണ്ടികൾക്ക് എടുത്തു കൊടുത്തേരെ.
പൊതുമരാമത്ത് മന്ത്രിക്ക് 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 പൊതുമരാമത്ത് മാന്യമഹാജനങ്ങളെ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി വരാൻ വയ്യെങ്കിലും അദ്ദേഹം വന്നെത്തിയിരിക്കുകയാണ്. താമസിയാതെയോ. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടുകാരി, ഇന്ന് അതിരാവിലെ അടിയന്തരമായി കൂടി ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ടതായി വന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള യാത്ര അല്പം വൈകി. ഈ നട്ടുച്ച സമയത്തും അക്ഷമരായി കാത്തിരുന്ന നിങ്ങളെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം 2 നിലവിളക്കോർത്തൽ, 8 കല്ലിടൽ, 12 നാണുമുറിക്കൽ, 2 ദർശനങ്ങൾ, 3 കല്യാണങ്ങൾ, 2 റീത്ത് സമർപ്പിക്കൽ തുടങ്ങിയവയിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് നിങ്ങളോടൊന്ന് ചേർന്ന സമയം ചെലവഴിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പഞ്ചോടി പാലത്തിന്റെ എല്ലാ ഫയലുകളും ഞാൻ നോക്കി മനസ്സിലാക്കിയുണ്ടായി. പഞ്ചോടി പാലം പൊളിച്ചു പണിയുന്നതിൽ സർക്കാർ സന്തോഷമേ ഉള്ളൂ. പാലം പൊളിക്കാൻ സത്വര നടപടികൾ കൈക്കൊള്ളുന്നതാണെന്ന് ഞാൻ ഉറപ്പുവരുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി. നല്ല ചൂടൊന്ന് വീശി തരാൻ പറഞ്ഞു. ഞാൻ വീശുക. പറഞ്ഞാ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരു ചൂട് കാപ്പി കിട്ടിയേക്കൊള്ളായിരുന്നു. വേഗം പോയി ഒരു ചൂടുള്ള കാപ്പി കൊണ്ടാ. ഞമ്മള് സാറിന്റെ ഉറക്കം കെടുത്തിയോ? സാരമില്ല, ബാക്കി നാളെ ഉറങ്ങിക്കൊള്ളാം. കുറെ ദിവസമായി സാറിനോട് ഒരു കാര്യം ചോദിക്കാതിരിക്കായിരുന്നു. എന്ത് കാര്യമാ? ഒന്നും തോന്നരുത്. സാറിന്റെ പേരെന്താ? ഷാജഹാൻ. സാറ് ഇസ്ലാമാണെന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴാ അറിയുന്നത്. ഈ വിവരം എനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ജാതി മതവും എല്ലാം പറഞ്ഞു നടക്കുന്നത് ശരിയല്ലല്ലോ. ഇങ്ങോട്ട് കൊണ്ട കുടിച്ചാട്ടെ. സാധാരണഗതിക്ക് ഇവിടുന്ന് ഒരു 15 ദിവസത്തിനകം പാലം പൊളിക്കാനുള്ള റിപ്പോർട്ട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഓഫീസിൽ പോകും. അവിടുന്ന് ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ എത്താൻ 1 മാസം മുതൽ 1 വർഷം വരെ എടുക്കാം. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുമായി വകുപ്പ് മന്ത്രിയുടെ അടുത്തെത്തും. മന്ത്രി അതുമായി പാലം പൊളിക്കാനുള്ള അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കാൻ 1 or 2 വിദേശ പര്യടനം നടത്തിയെന്നും വരാം. അയ്യോ, അപ്പൊ കുറെ കാലം പിടിക്കുമല്ലോ ഉള്ള. അല്ല സാർ, ഞങ്ങൾ തന്നെ ഇതങ്ങ് പൊളിക്കട്ടെ. അതെ, അതായിരിക്കും എളുപ്പം. അപ്പൊ പണിയായിട്ടാലോ എടുക്കും. പണി പെട്ടെന്ന് തീരും. കുഞ്ഞല്ലേ കിട്ടുന്നത്. ഞങ്ങളെയൊക്കെ നേരെ ചൊവ്വേ കണ്ടുകൊണ്ടിരുന്ന. അയ്യോ, അത് പിന്നെ അയ്യോ അയ്യോ എന്തോ
നീ കാക്ക്. അല്പം താമസിച്ചു പോയി. അത് സാരമില്ല. അപ്പോഴെങ്ങനെ റിബൺ മുറിച്ച് തന്നെയല്ലേ ഉദ്ഘാടനം? അങ്ങനെ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ ഇന്ന് ബന്ധായതുകൊണ്ട് റിബൺ കിട്ടിയില്ല. അല്ല താത്ത ആ തുഴയെടുത്ത് കുറുപ്പേട്ടന്റെ കൈ കൊടുക്കണം. കുറുപ്പേട്ടൻ വള്ളത്തിൽ കയറി തുഴഞ്ഞ് വള്ളം ഉദ്ഘാടനം ചെയ്യണം. മതിയല്ലോ, കൊടുത്തട്ടെ. ആ അപ്പൊ പ്രഭാഷ വരത്തില്ലേ? അതെ അതെ പോണം, പോണം. അയ്യോ ഞാനില്ല, ചെല്ലണമേ. ഞാനില്ല. വരണമാശാൻ. ചേട്ടാ പതുക്കെ. പണ്ട് ചമ്മക്കുളത്ത് അമ്മാവന്റെ വീട്ടിൽ അവിടെ ആറ്റിൽ വള്ളം തുഴഞ്ഞു കിടന്ന കാലം ഇത്തരണത്തിൽ ഞാൻ സ്മരിച്ചു പോവുകയാണ്. താത്ത അനാർക്കലി പോയി. എവിടെ പോയി? എവിടെ പോയി? പാലത്തിന് കാവൽ നിന്ന പോലീസുകാരന്റെ കൂടെ അനാർക്കലി പോയി. നീ കണ്ടോ? അവർ രണ്ടുപേരും ബസ് കയറി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അടച്ചതമ്പുരാനെ. ആ പൊന്നും പണവും ചെലവാക്കാതെ ഒരു പെണ്ണിനെ പറഞ്ഞയച്ചില്ലേ? പറഞ്ഞേച്ചല്ലോ, കടന്നു കളഞ്ഞല്ലേ? പെണ്ണ് കിടന്നു കളഞ്ഞാൽ എന്തേ? താത്തായ്ക്ക് ഒരു കടത്ത് കിട്ടിയില്ലേ? WD, PHCD എന്നീ സ്ഥാപനങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാരിൽ നിന്ന് നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി നിശ്ചിത നിരതദ്രവ്യ സഹിതം സീൽ വെച്ച ടെൻഡറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ടെൻഡറുകൾ ഈ മാസം 26-ാം തീയതി 3 മണിക്ക്. പാലത്തിന്റെ കാര്യങ്ങൾ നല്ല സ്പീഡിലാണല്ലോ പോകുന്നത്. എല്ലാം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓരോരോ മിടുക്കല്ലേ. എന്ത് ഓട്ടമാ ഓരോ കടലാസിന്റെയും പിന്നാലെ അദ്ദേഹം നടത്തുന്നത്. ആ വൈശ്രവണ പണിക്കരുടെ മകൻ ജീമൂത വാഹനൻ കോൺട്രാക്ട് അടിച്ചെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറുപ്പ് അദ്ദേഹത്തിനും പണിക്കർക്കും ഒക്കെ തലസ്ഥാനത്ത് നല്ല ബിയല്ലയോ? അത് കളാ. പൗലോസ് രചിച്ചിരുന്നാൽ അയാൾ ഈ പാലം കെട്ടും. കോൺട്രാക്ടർമാരുടെ വഴക്കിന്റെ പേരിൽ പാലം പണി വൈകുവോ? നോക്കാം. ഏത് ടെൻഡർ ഉണ്ടെങ്കിലും പിശാചി സാറെത്തും. പക്ഷേ ഇതുവരെ ഒരു പണി പോലും അങ്ങേര് കിട്ടിയിട്ടില്ലേ? താൻ നോക്കിക്കോ, തൂമകേൽ വിശാലി സാർ തന്നെ ഈ പണി ചെയ്യും. രണ്ടും കൽപ്പിച്ചാ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കണ്ടറിയാ. നാടാരെ, എന്ത് നഷ്ടം വന്നാലും കുടുംബം എഴുതി വിറ്റാലും ഏത് തുകയ്ക്കും ഞാൻ ഈ പാലത്തിന്റെ കോൺട്രാക്ട് പിടിക്കും. പിഷാരടി സാറിനെ സഹായിക്കാൻ 100 കണക്കിന് പണച്ചാക്കുള്ളപ്പോ സാറിന് വിഷമിക്കുന്നേ. ധൂമകേത് പിഷാരടി സാറല്ലേ? അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ട്? ഈ കവർ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇത് അച്ഛന്റെ വകയാണ്, എന്റെ വക വേറെ വരുന്നുണ്ട്. നാടാരെ, എന്ത് നഷ്ടം പറ്റിയാലും കുടുംബം എഴുതി വിറ്റാലും ഏത് തുകയ്ക്കും ഞാൻ ഈ പാലത്തിന്റെ കോൺട്രാക്ട് പിടിക്കും. പിഷാരടി സാർ എന്തിനു വിഷമിക്കണം? 100 കണക്കിന് പണച്ചാക്കുള്ളപ്പോ സാറൊന്നും കൊണ്ട് പേടിക്കണമേ. ഇത് പോരല്ലോ, വലിയ തുകയ്ക്കുള്ള കോൺട്രാക്റ്റാ. കോൺട്രാക്ട് കിട്ടട്ടെ, എന്നിട്ട് കാണാമോ ധൂമകേതു. ഇവിടെ എന്ത് ടെൻഡർ കൊടുത്താലും തീരുമാനം അങ്ങ് മറ്റേടത്താ. ജീമൂതം കുഞ്ഞ് പിടിച്ചതിന്റെ മേലെ പൗലോസ് മലാലി പിടിമുറുക്കിയിരിക്കുക. അതിന് മേലെ പിടിക്കാൻ പറ്റുമെന്ന് നോക്ക്. നമുക്ക് പോകാൻ രാക്ഷസ, നമുക്ക് കിട്ടേണ്ട കിട്ടി. വാ വേഗം വാ, വിടാൻ പോവാ. കേറിക്കോ. ഇങ്ങോട്ട് കയറിക്കോ. ചാർജ് കുറഞ്ഞിരിക്കുക, വെറും 10 പൈസ മാത്രം. ആരോട് ചോദിച്ചാണോ താൻ ഇവിടെ വെള്ളം ഇറക്കിയത്? തനിക്കനാ സർക്കാരിൽ നിന്ന് കടത്ത് ബാധിച്ചു തന്നിരിക്കുകയാണോ? ഇവിടെ ആർക്ക് വേണമെങ്കിലും വെള്ളം ഇറക്കാം. ആർക്കും വെള്ളം ഇറക്കാവുന്ന വള്ളംകളി സമയത്താ. ഇവിടെ ഒരു കടത്ത് വള്ളം മതി. എന്താ തീരുമാനം? എടോ താത്ത, യൂദാസ് കുഞ്ഞിനോട് വേണ്ട. വള്ളം തുഴഞ്ഞും വെള്ളം കോരിയും കൈക്ക് നല്ല തഴമ്പാ. തരകന്റെ വീട്ടിൽ വെള്ളം കോരിയിട്ടായിരിക്കും. എന്റെ പ്രിയങ്കരനായ നേതാവിന്റെ നാമം വൃഥാ പ്രയോഗിക്കുന്നത് സൂക്ഷിച്ചു വേണം കേട്ടോ. ആറ് കയറിക്ക് പോവാം. സംഭവം ഒന്ന് മോന്തക്കെ മാറ്റി തുഴഞ്ഞു വിടൂ. എന്താ താത്ത? അവന് മാപ്പിളെ ആ യൂദാസ് ചെയ്ത പണി കണ്ടില്ലേ? അവനിവിടെ വേറെ ഒരു വള്ളം ഇറക്കി എന്റെ വയറ്റത്തടിച്ചു. ഇവിടെ ഒരു കടത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം ത്യാഗം സഹിച്ചു. എന്റെ കേസിൽ കച്ചവടം നിർത്തി. മോളെ പോലീസുകാരൻ കൊണ്ടുപോയി. താത്ത വിഷമിക്കാതെ, ഇവിടെ ഒരു വള്ളമേ ആകാവൂന്ന് അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ ഞാൻ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാം. അതൊക്കെ പാസ്സായി വരുമ്പോഴത്തേക്കും പാലത്തിന്റെ പണി കഴിയും. നമുക്ക് വേറെ വല്ല വഴി ഉണ്ടോ നോക്കാം. ഒരു കാര്യം ചെയ്യാം,
താത്തയുടെ ഇപ്പൊ എത്ര രൂപ ഒരു 25 രൂപയും തന്നെ. 25 രൂപയോ? അപ്പൊ നേരത്തെ വാങ്ങിയതൊക്കെ? അതെല്ലാം കൂടി ഞാൻ ഒരു തരല് തരും. ഇതാ സ്വാമി, ആർക്ക് കിട്ടും? ആര് കൂടുതൽ ആഗ്രഹിച്ചോ ആ വ്യക്തിക്ക് തന്നെ കിട്ടും. കാലതാമസം എത്രത്തോളം ഉണ്ടാകും? അടുത്ത മഴയ്ക്ക് മുമ്പ് നടക്കും. പക്ഷെ തലസ്ഥാനത്ത് നിന്ന് കരിയണം. വലിയൊരു തടസ്സം നാദിനു മുമ്പിൽ കാണുന്നുണ്ട്. തലസ്ഥാനം വരെ പോയി ആ കുറുക്കഴിച്ചെടുക്കാൻ ജീമൂതവാഹനം അടിക്കേണ്ടതില്ല. കൂട്ടിന് കുറുപ്പിനെയും കൊണ്ടുപോയിക്കോളൂ. പാലത്തിന്റെ ടെൻഡർ ഉറപ്പിക്കാം. സ്വാമി, ഒരു സംശയം. പാലം പണി കഴിഞ്ഞാലും ഈ ബില്ല് പാസ്സായി കിട്ടാൻ എത്ര എടുക്കും? കുറേയേറെ ട്രീറ്റുകളിൽ പല പല എഞ്ചിനീയർമാരുമായി നിരന്തര സമ്പർക്കം പുലർത്തിക്കൊണ്ടേയിരിക്കണം. സ്വാമി, ജീമൂതവാഹനും പാഞ്ചാലി കുഞ്ഞും തമ്മിലുള്ള വിവാഹം വിവാഹം നടക്കും. എപ്പോ? പാലം പണി കഴിയുമ്പോ. ആഹാരം കഴിക്കാം. പ്രസിഡന്റ് സാർ ഇവിടെ ഇല്ലേ സാറേ? അയ്യോ, ഭൂതനയാ. ഓ, ഇവക്ക് വരാൻ കണ്ട ഒരു നേരം. അകത്തേക്ക് ചെന്നാട്ടെ. അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറ. അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറയാ അമ്മ പറഞ്ഞു. അച്ഛനെ കണ്ടിട്ടേ പോകുന്ന പോകത്തുള്ളൂ അമ്മയോട് പറഞ്ഞേരെ. ഭൂതന, നീ ഒന്ന് പതുക്കെ പറ. സ്വാമിക്കകത്തുണ്ട്. നീ പ്രസിഡന്റ് സാറിന് കുറച്ചുകൂടെ സമയം കൊടുക്കുക. ഒന്ന് ചുമ്മാ ഇരി സാറേ. ഭൂതനെ, നിന്റെ അപേക്ഷ ആഫീസിൽ കൊടുത്തിട്ടുണ്ട്. ഉടനെ ശരിയാവും. ഓ, അതല്ല സാറേ കാര്യം. ആ കാമദേവൻ എന്നെ ചതിച്ചു. കാമദേവനോ? അതാരാ? ആ പാലത്തിന്റെ അവിടെ കാവൽ വന്ന പോലീസുകാരൻ. അയ്യോ, അത് കുറെ കടന്ന കൈയായി പോയല്ലോ. 3 മാസത്തിനിടയിൽ അവൻ ഇത്രയൊക്കെ ഒപ്പിച്ചോ? അപ്പൊ താത്തയുടെ മോൾ ആർക്കല്ലയോ? അവളെ ആ ദ്രോഹി കൂടെ കൊണ്ടുപോയില്ലേ എന്നെ അവിടെ ഇട്ടേച്ച്. ഓഹോ, അപ്പോ പൂതനയുടെ വീട്ടിൽ കാമദേവനായിട്ടും അനാർക്കലിയുടെ വീട്ടിൽ ഷാജഹാനായിട്ടും അവൻ ചെന്നു. അയ്യോ, ആരടാ അവൻ? ഇവിടുന്ന് ഇപ്പൊ ഒരു സമാധാനം പറ. സാറേ, എന്റെ വയറ്റിലുള്ളത് പോലീസ് കുട്ടിയാ. അതുകൊണ്ട് അത് സർക്കാരിന്റെ കുട്ടിയാണെന്നും അതിന് സർക്കാർ തന്നെ ചെലവിന് കൊടുക്കണമെന്നും സാറ് സർക്കാരിനോട് പറയണം. അയ്യോ, ഒന്ന് പറഞ്ഞു കൊടുത്തേനെ. അത് ശരിയാ. ഇപ്പോഴേ അപേക്ഷ കൊടുത്തെങ്കിലേ. അനാഥഗർഭമാണ് പ്രശ്നം അല്ലേ? അതെ സ്വാമി. കുട്ടി പെണ്ണായിരിക്കാനാണ് സാധ്യത. അപ്പൊ നമുക്ക് വനിതാ പോലീസിൽ ചേർക്കാം. ഇപ്പൊ ഞാൻ എന്താ സാറേ ചെയ്യേണ്ടത്? എന്തായാലും നീ ഒരു അപേക്ഷ എഴുതി പഞ്ചായത്ത് ഓഫീസിൽ കൊട്. നോക്കട്ടെ. ആ, ആഹാരം